ഹലോ, നമസ്കാരം. കഴിഞ്ഞ 2 എപ്പിസോഡുകളിൽ ഡയബറ്റിക് എന്ന് പറയുന്ന അസുഖത്തിൻ്റെ 2 തലങ്ങളെപ്പറ്റി നമ്മൾ ചർച്ച ചെയ്തിരുന്നു. ഇന്ന് ഈ 3-ാം എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ ഡയബറ്റിക് രോഗത്തിന് അനുബന്ധമായി വരുന്ന അസസറി രോഗങ്ങളെ പറ്റിയാണ്. അസസറി ആരോഗ്യ ബുദ്ധിമുട്ടുകളെ പറ്റിയാണ്, അനുബന്ധമായി വരുന്ന അസുഖാവസ്ഥയെ പറ്റിയാണ്. നമുക്കെല്ലാം അറിയാം, ഒരു കപ്പ് വെള്ളം എടുത്തൊഴിച്ചാൽ അത് വളരെ വേഗം താഴോട്ട് വീഴും. അതേസമയം ഒരു കപ്പ് പഞ്ചസാര കുറുക്കിയ ലായനിയാണ് ഒഴിക്കുന്നതെങ്കിൽ അത് ഒട്ടി വളരെ സാവധാനത്തിൽ വീഴത്തുള്ളൂ. എണ്ണയായാലും നെയ്യായാലും ഇതുപോലെ തന്നെയാണ്. അപ്പോൾ ഒരു ലായനിയുടെ റേറ്റ് ഓഫ് ഫ്ലോ, ഒഴുക്കിൻ്റെ അനുപാതം നിർണ്ണയിക്കുന്നത് അതിൻ്റെ സാന്ദ്രത അഥവാ കട്ടിയാണ് എന്നുള്ളതാണ് പരമാർത്ഥം. ഇത്തരുണത്തിൽ നമ്മുടെ തലമുടിയേക്കാൾ വളരെ ചെറിയ രക്തലോമികകളിലേക്ക് നമ്മുടെ രക്തം ഒഴുകി എത്തുന്നുണ്ട്. നമ്മുടെ മർമ്മപ്രധാനമായ പല അവയവങ്ങളുടെയും നെറ്റ്വർക്ക് ഓഫ് കാപ്പിലറീസ് ഇത്തരത്തിൽ വളരെ മൈക്രോസ്കോപ്പിക്കുമാണ്. അത് കിഡ്നി, കണ്ണ്, ഹൃദയം മുതലായ വൈറ്റൽ ഓർഗാനുകളുടെ വളരെ ക്രൂഷ്യലായിട്ടുള്ള ജോലികൾ ചെയ്യുന്നത് ഇത്തരം ലോമികകളുടെ കൂടി സഹായത്തോടെയാണ്, പൂർണ്ണമായ സഹകരണത്തോടെയാണ്. ഈ ഡയബറ്റിക് നിയന്ത്രണ വിധേയമല്ലാതിരിക്കുമ്പോൾ, അതായത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് അധികരിച്ച് നിൽക്കുമ്പോൾ രക്തത്തിൻ്റെ സാന്ദ്രത അഥവാ കട്ടി വളരെ കൂടുതലായിരിക്കും. ഇത്തരത്തിൽ സാന്ദ്രത കൂടിയ ചോര ഇത്തരം ചെറിയ ലോമികകളിൽ, രക്തക്കുഴലുകളിൽ ഒഴുകിയെത്തത്തില്ല എന്നുള്ളതാണ് പരമാർത്ഥം. ഇത്തരത്തിൽ നമ്മുടെ കണ്ണിൻ്റെ കാഴ്ച മന്ദിക്കുന്ന ഒരവസ്ഥ ഡയബറ്റിക്കിൻ്റെ അധികരണം കൊണ്ടുണ്ടാകാം. കിഡ്നിയുടെ ഈ ഫിൽട്രേഷൻ, അരിപ്പ പ്രവർത്തനം, അതുപോലെ സെലക്റ്റീവ് റീഅബ്സോർപ്ഷൻ നടത്തുന്ന ഹെൻലീസ് ലൂപ്പ് എന്ന് പറയുന്ന കിഡ്നിയിലെ മെക്കാനിസത്തിൻ്റെ താളം തെറ്റ്, ഹൃദയത്തിൻ്റെ ഭിത്തികളിൽ, അതിൻ്റെ വാൽവുകളിൽ, അറകളിൽ ഒക്കെ അവയുടെ പ്രവർത്തനത്തിന് ആവശ്യമായ ചോര എത്തിക്കുന്ന വളരെ മൈക്രോ നെറ്റ്വർക്ക് ഓഫ് കാപ്പിലറീസ്, അതുപോലെ തന്നെ കണ്ണിൻ്റെ കൃഷ്ണമണിയിലും അതിൻ്റെ മൈക്രോ ലെൻസ് പാർട്ടിക്കിളുകളിലും ഒക്കെ ചോര എത്തിക്കുന്ന കുഴലുകൾ, ഇവയിലൊക്കെ ഈ സാന്ദ്രത കൂടിയ രക്തം ഒഴുകിയെത്താനുള്ള റേറ്റ് ഓഫ് ഫ്ലോ കുറയും. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് അവിടെ മതിയായ രക്തം എത്താത്തത് കൊണ്ട് അവിടെ കോശങ്ങളുടെ നിർജീവാവസ്ഥയ്ക്ക്, ജരാവസ്ഥയ്ക്ക് ഇടയുണ്ടാക്കും. ഇത് ഈ അവയവങ്ങളുടെ പ്രവർത്തനത്തെ സ്ഥായിയായി തന്നെ ബാധിക്കും. ശേഷം രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിച്ച് നിർത്തിയാലും ഇത്തരത്തിൽ അപക്ഷയം വന്ന, അനാരോഗ്യകരമായി ജരാവസ്ഥ ബാധിച്ച ഈ അവയവങ്ങളുടെ പുനരുജ്ജീവനം സാധ്യമല്ലാതെയുമാകും. ഇത്തരണത്തിൽ പഞ്ചസാരയുടെ അളവ് ക്രമപ്പെടുത്തി നിർത്തുകയും രക്തത്തിൻ്റെ സാന്ദ്രത നിയതമായി നിർത്തുകയും ചെയ്യുന്നത് വളരെ അത്യന്താപേക്ഷിതമാണ്. ഈ വളരെ ഉപരിപ്ലവമായി ഈ വ്യക്തിക്ക് തന്നെ തിരിച്ചറിയാൻ കഴിയുന്ന ചില ഡയബറ്റിക് കോംപ്ലിക്കേഷൻ്റെ ലക്ഷണങ്ങളാണ് ഈ കൈപ്പത്തി എടുത്തു നോക്കിയാൽ. കൈപ്പത്തി, ഡയബറ്റിക് ഉള്ള ഒരാളിൻ്റെ കൈപ്പത്തി വളരെ പോളിഷ്ഡ് ആയിരിക്കും, ഗ്ലാസ് പോലെ യൂണിഫോം ആയിരിക്കും. ഡയബറ്റിക് ഇല്ലാത്ത ഒരാളിൻ്റെ കൈപ്പത്തി ഇതുപോലെ നിമ്നോന്നതമായിരിക്കും. കൈപ്പത്തിയുടെ അകത്ത് നിമ്നോന്നതമായ ഭാഗങ്ങൾ പ്രബലമായി തന്നെ നിൽക്കും. ഇതുപോലെ തന്നെയാണ് കാലിൻ്റെയും അവസ്ഥ. കാല് വളരെ സ്മൂത്തായിരിക്കും. പക്ഷേ ഡയബറ്റിക് ഇല്ലാത്ത ഒരാളിൻ്റെ കാലിൻ്റെ ഉള്ള് പരിശോധിച്ചാൽ അത് നിമ്നോന്നതമായിരിക്കും. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ പ്രാഥമികമായിട്ട് ഈ കാര്യം തിരിച്ചറിയാൻ കഴിയും. ഇതിന് ഉപരിയായിട്ട് പെരുപ്പ്, ചുട്ടുനീറ്റൽ ഇത്യാദി കാര്യങ്ങൾ, ദേഹമാസകലം, ചൊറിച്ചിൽ വരിക, സ്കിന്നിൻ്റെ ഫോൾഡിങ്ങുകളിൽ, ആംബിറ്റിൽ, ഗ്രോയിൻ, ഇൻഗ്വേനൽ റീജിയനിൽ ഒക്കെ ചൊറിച്ചിൽ വരിക, സ്കിന്നിന് അഴുക്ക് പറ്റിയ പോലെ മാർക്കിങ് വരിക, ഇവയൊക്കെ ഡയബറ്റിക്കിൻ്റെ ചില അനുബന്ധ രോഗാവസ്ഥകളാണ്. അപ്പോൾ ഡയബറ്റിക് നിയന്ത്രണം വിടാതെ പരിപാലിക്കേണ്ടത്, നിയന്ത്രണം വിട്ട ഡയബറ്റിക്കിനെ നേർവഴിക്ക് നിർത്തേണ്ടതും ഇത്തരം രോഗങ്ങളുടെ
നിവാരണത്തിനും വളരെ അത്യാവശ്യമാണ്. ശ്രദ്ധിക്കുമല്ലോ.